അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ സഹോദരീ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാത്രയിലാണ് നാം. അവൻ്റെ നാമങ്ങൾ അവനുള്ളതാകുന്നു. വിശിഷ്ട നാമങ്ങളൊക്കെയും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. എല്ലാ ഉത്കൃഷ്ട നാമങ്ങളും അവൻ്റേതാണ്. ആ നാമങ്ങൾ അന്വേഷിച്ച് അവയെ പരിചയപ്പെടാൻ അറിയാനുള്ള യാത്ര മഹത്തായ ഒരു യാത്രയായിട്ടാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചിരിക്കുന്നത്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലില്ലാഹി തബാറക വ തആല, മഹാനും പ്രതാപിയുമായ അനുഗ്രഹീതനായ റബ്ബിന് 99 ഇസ്മൻ, 99 നാമങ്ങൾ. മൻ അഹ്സാഹ, അതിനെ ആര് ക്ലിപ്തപ്പെടുത്തുന്നുവോ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ നാമങ്ങൾ വിശുദ്ധ ഖുർആനിൽ ധാരാളം വിവരിച്ചു തന്നിട്ടുണ്ട്. ഓരോ ആയത്തുകളുടെയും ശേഷവും ഓരോ ആയത്തുകളിലും അവൻ്റെ നാമങ്ങൾ, അവൻ്റെ ഗുണങ്ങൾ അവൻ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്, അറിയിച്ച് ഇറക്കി തന്നിട്ടുണ്ട്. അത് 99 പരിമിതമൊന്നുമല്ല, എല്ലാ പണ്ഡിതന്മാരും അത് സമ്മതിക്കുന്നതാണ്. എന്നാൽ അതിലൊരു 99 നാമം അറിയുക എന്നത് ഒരു വലിയ പദവിയായി, വലിയ ഒരു നേട്ടമായി, വലിയൊരു അനുഗ്രഹമായി തിരുദൂതർ നമ്മെ ഉണർത്തുകയാണ്. സ്വർഗത്തിലേക്കുള്ള പാതയിലാണ് നാം. അവൻ്റെ നാമങ്ങൾ ഇഹ്സാ അഥവാ ക്ലിപ്തപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ആശയം? അത് മനഃപ്പാടമാക്കി അതിൻ്റെ മഹത്വമോ അതിൻ്റെ ഗൗരവമോ ഒന്നും അറിയാതെ ഒറ്റ ഇരിപ്പിൽ പറഞ്ഞു തീർക്കുന്ന 99 നാമങ്ങൾ എണ്ണി തീർത്താൽ ഇഹ്സാ ചെയ്യലാകുമോ? അതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുമോ? നമുക്ക് അങ്ങനെ ഒരു ധാരണയുണ്ടോ? ഉത്കൃഷ്ട നാമങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് ഉത്കൃഷ്ടത കൽപ്പിക്കേണ്ടതല്ലേ? ചുരുങ്ങിയത് അതിനെ ക്ലിപ്തപ്പെടുത്തുക, അതിനെ അറിയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇഹ്സാനെങ്കിലും, അതിൻ്റെ മഹത്വം, ഉത്കൃഷ്ടതയെങ്കിലും നമുക്ക് ബോധ്യപ്പെടേണ്ടതല്ലേ? അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കപ്പെടുമ്പോൾ വിശ്വാസികൾ, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലതു ഖുലൂബുഹും, സൂറത്ത് ആറാഫിലെ 2-ാമത്തെ വചനം. ഇന്നമ എന്ന് പറഞ്ഞാൽ ഹസർ, പരിമിതപ്പെടുത്തൽ ഉണ്ടതിൽ. മുഅ്മിനുകൾ ഈ വിഭാഗത്തിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു, വിശ്വാസികൾ ഈ രൂപത്തിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അല്ലദീന ഇദാ ദുക്കിറല്ലാഹു, അള്ളാഹു പരാമർശിക്കപ്പെട്ടാൽ വജിലത്തു ഖുലൂബുഹും, അവരുടെ ഹൃദയത്തിൽ ഒരു നെടുക്കമുണ്ടാക്കും, ഒരു വിറയലുണ്ടാക്കും, ഒരു ആന്തോളനം ഉണ്ടാക്കും. ഒരു പ്രതിഫലനവും ഒരു ചാഞ്ചാട്ടവുമില്ലാത്ത വെറും നാവ് കൊണ്ടുള്ള ഉരുവിടലല്ല അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അങ്ങനെ അതിനുള്ളതല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുവല്ലോ. എന്നാൽ ഇഹ്സാ ചെയ്യുമ്പോൾ, നമ്മൾ അതിനെ ക്ലിപ്തപ്പെടുത്തുമ്പോൾ ചില കാര്യങ്ങളിൽ അത് ക്ലിപ്തപ്പെടണം. അതിൽ ഒന്നാണ് അവൻ്റെ വഹ്ദാനിയത്ത്, ഏകത്വം. അവൻ്റെ നാമം അവന് മാത്രം അവകാശപ്പെട്ടതാണെന്നും അവനുള്ളതാണെന്നും ബോധ്യപ്പെടണം. നമ്മളൊക്കെ നമ്മുടെ സഹോദരന്മാർക്ക് അല്ലെങ്കിൽ മക്കൾക്ക് പേരിടും, ജമാൽ, അതേപോലെ തന്നെ മുഹസിൻ, സ്വാബിർ, ഷമാലു, നന്മ വർഷിച്ചുകൊണ്ടിരിക്കുന്നവൻ, ചെയ്തുകൊണ്ടിരിക്കുന്നവൻ, സുന്ദരൻ എന്നൊക്കെ നമ്മൾ അർത്ഥം പറയുമ്പോൾ ആ അർത്ഥവും ആ പദവും അള്ളാഹുവിൻ്റെ നാമവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്.
ആ അവന്റെ നാമം അവന് മാത്രം അവകാശപ്പെട്ടതാകുമ്പോൾ അവന് മാത്രം അവകാശപ്പെട്ട ചില ഗുണങ്ങൾ അതിൽ നാം കൽപ്പിക്കേണ്ടതല്ലേ, ഇഹ്സാ ചെയ്യേണ്ടതല്ലേ? അതിൽ ഒന്ന് നാം മനസ്സിലാക്കേണ്ടത് വഹദാനിയത്ത്, അവന്റെ ഏകത്വം വിളിച്ചറിയിക്കുന്നതാണ് അവന്റെ നാമങ്ങൾ. ഇത് ബോധ്യപ്പെടണം. രണ്ടാമത്തേത് അവന്റെ നാമങ്ങൾ ഹുസ്നയാണ്, ഏറ്റവും മികച്ചതാണ്, ഉത്കൃഷ്ടമായതാണ്, ഏറ്റവും മുന്തിയത് അവന്റെ നാമമാണ്, ഏറ്റവും നല്ല, പകരം ഒന്ന് പറയാനില്ലാത്ത അവന്റെ നാമം ഇന്നതുപോലെ എന്ന് പോലും പകരം പറയാൻ, ഒരു ഉദാഹരണം പറയാൻ ഇല്ലാത്തതുപോലെ, തുല്യതയില്ലാത്ത, സമാനതകളില്ലാത്ത ഹുസ്ന, ഉന്നതമായ മികച്ച നാമങ്ങൾ, ഉത്കൃഷ്ടമായ നാമങ്ങൾ. ആ നാമം പറയുമ്പോൾ അതിൻ്റെ ആ മികവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം, ഈമാനായി മാറണം, ഉണ്ടാകണം. ആ ഈമാനാണ് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ചലനമുണ്ടാക്കുന്നത്. അത് വരാത്തത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഇഹ്സാ ചെയ്യാൻ, അതിലെ ഏകത്വം ബോധ്യപ്പെടാൻ, അതിലെ ഹുസ്ന ബോധ്യപ്പെടാൻ നാം ശ്രമിച്ചിട്ടില്ല, നമ്മൾ അതിന് ഒരുങ്ങിയിട്ടുമില്ല. വെറുതെ പദങ്ങൾ പറഞ്ഞാൽ മതി എന്ന ഒരു ധാരണയിൽ നമ്മളൊക്കെ എത്തിപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ ബോധ്യപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അതിലെ ഖദാസത്താണ്, അല്ലെങ്കിൽ ഖുദ്ദൂസിയത്ത്, അതിൻ്റെ പരിശുദ്ധത. ഏറ്റവും പരിശുദ്ധമായ നാമം, അതിന് കൽപ്പിക്കാൻ അവന്റെ നാമങ്ങൾ, അവന്റെ വിശേഷണങ്ങൾ, അവന്റെ ഗുണങ്ങൾ, അത് ഏറ്റവും പരിശുദ്ധമാണ്, പരമമായ പരിശുദ്ധി അതിനുള്ളതാണ്, പരിപൂർണത കുറിക്കുന്ന പരിശുദ്ധത. അഥവാ മറ്റൊന്നും പരിപൂർണമല്ല. അവന്റെ നാമങ്ങളിലാണ് ആ പരിപൂർണത ദർശിക്കേണ്ടത്, അതിലാണ് ആ പരിശുദ്ധി നിലനിൽക്കുന്നത്. ആ പരിശുദ്ധി അന്യൂനമായ അവന്റെ നാമങ്ങൾ, അവന്റെ വിശേഷണങ്ങൾ, കുറവില്ലാത്ത, പരിമിതികളില്ലാത്ത, സമ്പൂർണത്വം നൽകപ്പെട്ട നാമങ്ങളാണ്. ആ പരിശുദ്ധിയെ ബോധ്യപ്പെടണം അവന്റെ നാമം കേൾക്കുമ്പോൾ, പരിശുദ്ധമായ അവന്റെ നാമങ്ങൾ. അതേപോലെ തന്നെ അവന്റെ നാമങ്ങളുടെ വലുപ്പത്വം, അവന്റെ വലിപ്പത്വം, കിബ്രിയ, അവനാണ് ഏറ്റവും വലിയവൻ എന്ന ബോധം. അഥവാ സൃഷ്ടി ഗുണങ്ങളിൽ നിന്നെല്ലാം, സൃഷ്ടികൾക്ക് കുറെ ഗുണങ്ങളുണ്ടല്ലോ, ആ ഗുണങ്ങളുമായി വെച്ച് നോക്കേണ്ടതല്ല അള്ളാഹുവിന്റെ ഗുണങ്ങൾ, അവന്റെ നാമങ്ങൾ. അതിനേക്കാളൊക്കെ സൃഷ്ടി ഗുണങ്ങളിൽ നിന്നും അത്യുന്നതമായ, ഉയർന്നു നിൽക്കുന്ന, മികച്ചു നിൽക്കുന്ന, ഏറ്റവും വലിയതായ അവന്റെ നാമങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് സാരമായി കാണണം. ഹൃദയത്തിൽ അതിന് നിസാരമായി ഗണിക്കാവുന്നതായി വരരുത്. ആ നാമം കേട്ടിട്ട് ഒരു നിസാരത അല്ലെങ്കിൽ ഒരു അവഗണന തോന്നുന്ന ഒരു അവസ്ഥ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. അവൻ ഏറ്റവും വലിയവൻ, അവന്റെ കിബിരിയ ബോധ്യപ്പെടുമ്പോൾ ബാക്കി നമുക്കുള്ളതെല്ലാം, നമ്മളൊക്കെ വലിപ്പത്തൊക്കെ ഒന്നുമല്ലാതായി തീരുന്ന, ഏറ്റവും ചെറിയതായി മാറണം. അവന്റെ മുമ്പിൽ ചെറുതാകും അവന്റെ നാമങ്ങൾ, അതിൻ്റെ മഹത്വം, അതിൻ്റെ വലിപ്പം നമ്മൾ അറിയുമ്പോൾ. അത് വരാത്തത് കൊണ്ട് ഞാൻ എൻ്റെ മികവ് എന്നൊക്കെയുള്ള ധാരണയിൽ എൻ്റെ വലിപ്പത്വം പറയുന്നതായി മാറും എൻ്റെ കാര്യങ്ങളൊക്കെ. അതിൽ നിന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ, ബോധ്യപ്പെടുമ്പോൾ നമ്മുടെ ലാളിത്യം, വിനയം വർദ്ധിക്കുന്ന ഒരവസ്ഥ നമ്മിലേക്ക് കടന്നു വരും. അതേപോലെ തന്നെ അവൻ്റെ നാമങ്ങൾ, അതിൻ്റെ മഹത്വം ബോധ്യപ്പെടണം. അതിലെ ബഹുമാനം നിറഞ്ഞതായിരിക്കണം, ആദരവ് കൽപ്പിക്കുന്നതായിരിക്കണം അവൻ്റെ നാമങ്ങൾ. മഹത്തായ അവൻ്റെ നാമങ്ങൾ ആദരണീയമായ നാമങ്ങളായി മാറണം നമ്മുടെ ഹൃദയത്തിൽ. വഹുവൽ അലിയുൽ അദീം, അവൻ അത്യുന്നതനും മഹത്വമേറിയവനും ആണ്, ആദരവ് നിറഞ്ഞവനുമാണ് എന്ന് നമ്മുടെ ഹൃദയത്തിൽ ബോധ്യപ്പെടണം. ഈ ആന്തോളനം ഉണ്ടാകണം.
അതേപോലെ തന്നെ പ്രതാപം, എല്ലാവരും പ്രതാപം പറയും, അവന്റെ അന്തസ്, പ്രതാപം ഓരോരുത്തരും പറയും. അള്ളാഹുവിന്റെ ഇസ്സത്ത്, അവന്റെ മഹാപ്രതാപം, അതേപോലെ തന്നെ അവന്റെ ഗാംഭീര്യം, ഗരിമ, പ്രൗഢി, അള്ളാഹുവിന്റെ തേജസ്, ആ പ്രകാശം, അതിലെ ഇസ്സത്ത്, അതിലെ പ്രതാപം നമുക്ക് കാണാൻ കഴിയണം. അവന്റെ ഒരു നാമം, ഓരോ നാമത്തിലും അവന്റെ എത്ര നാമങ്ങളുണ്ടോ ആ നാമങ്ങളിലെല്ലാം നമുക്ക് ദർശിക്കാൻ കഴിയണം. ബഹുവൽ അസീസ്, അവൻ ഗരിമ നിറഞ്ഞവനാണ്, മഹാപ്രതാപിയാണ് എന്നത് ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ മാത്രമേ ഹൃദയത്തിൽ ഈമാൻ ഉള്ളതായി നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ. അവന്റെ ഹിക്മത്ത്, യുക്തി, അവന്റെ ഓരോ കർമ്മത്തിലും, അവന്റെ എല്ലാം, അവന്റെ നാമങ്ങളിൽ, അവന്റെ വിശേഷണങ്ങളിൽ എല്ലാം ആ ഹിക്മത്ത് നിറഞ്ഞതായി നമുക്ക് ബോധ്യപ്പെടണം. ഓരോന്നിലും, ഓരോ സൃഷ്ടിപ്പിലും, അവന്റെ ഭൂമിയിലുള്ള ഓരോ ചലനങ്ങളിലും നമുക്കവന്റെ ആ ഹിക്മത്ത്, അവന്റെ സൃഷ്ടിപ്പിലെ ഹിക്മത്ത് നമുക്ക് ബോധ്യപ്പെടാൻ കഴിയണം. അവന്റെ ജ്ഞാനത്തെപ്പറ്റി ബോധം, ആദിമമായ അവന്റെ ജ്ഞാനം, അവന്റെ ജ്ഞാനത്തിൽ നിന്നും എടുത്തതാണ്. അതിന്റെ 99% ജ്ഞാനമാണ് ഭൂമിയിൽ കാണപ്പെടുന്ന ഈ ശാസ്ത്രവും ഈ വിജ്ഞാന ശേഖരങ്ങളും ഒക്കെ. അവന്റെ ജ്ഞാനം എല്ലാത്തിനെയും മൂടപ്പെട്ടതും ആവരണം ചെയ്യപ്പെട്ടതുമാണ് എന്ന ഒരു അറിവ്. അവന്റെ അറിവിൽ പെടാത്തതൊന്നുമില്ല, രഹസ്യങ്ങളില്ല, പരസ്യങ്ങളില്ല. ഓരോ വാക്കും നാം ഉച്ചരിക്കുമ്പോൾ, ഓരോ വിചാരങ്ങളും നമ്മിൽ വരുമ്പോൾ അള്ളാഹുവിന്റെ ജ്ഞാനം അതിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. അവനറിയാതെ അതൊന്നും എനിക്ക് വിചാരിക്കാൻ പോലും കഴിയില്ല എന്ന ബോധം നമ്മിൽ വളർന്നു വരണം. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ അവന്റെ ഒരു നാമം ഉച്ചരിക്കുമ്പോൾ, കേൾക്കുമ്പോൾ നമുക്ക് വരുന്നുണ്ടോ? ഖാലിഖ്, സ്രഷ്ടാവ്, റബ്ബ്, രക്ഷിതാവ് എന്നൊക്കെ കേൾക്കുമ്പോൾ സൃഷ്ടിലോകത്തെ കാണുന്ന ഒരു വ്യക്തിക്ക് റബ്ബിന്റെ വഹ്ദാനിയത്ത്, ഏകത്വം ദർശിക്കുവാൻ, അതിലെ പരിശുദ്ധി, അവന്റെ പരിശുദ്ധി ആ സൃഷ്ടിപ്പിൽ, ആ പ്രവർത്തനങ്ങളിൽ കാണാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഖാലിഖ് എന്ന് കേൾക്കുമ്പോൾ അത് കേൾക്കാത്തിടത്തോളം അതിലെ അവന്റെ സൃഷ്ടിപ്പിലെ ഏറ്റവും മികവ്, സമ്പൂർണത്വം, അതിൽ കുറവുകളില്ലാത്ത അവന്റെ ജ്ഞാനം, അവന്റെ പ്രവൃത്തി, ഇതെല്ലാം നിറഞ്ഞ ഒരു ഖാലിഖിനെ നമുക്ക് കാണാൻ കഴിയണം. റബ്ബ് നമ്മുടെ മുടി മുതൽക്ക്, വളരുന്നത് മുതൽക്ക്, വളർന്നുകൊണ്ടിരിക്കുന്നത് മുതൽക്ക്, നഖങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത് മുതൽക്ക്, റുബൂബിയത്തിനെ, അവൻ വളർത്തുന്നതിനെ, നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും പുതുതായി സൃഷ്ടിക്കുന്നതും വളരുന്നതും, റബ്ബിന്റെ റുബൂബിയത്ത് നമ്മുടെ ശരീരത്തിൽ, നമ്മിൽ നടക്കുന്നതിനെ ബോധവാന്മാരാകുമ്പോൾ മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ ഈമാനിന്റെ ചലനങ്ങൾ സൃഷ്ടിക്കൂ, വജിലത്ത് ഖുലൂബ് നടക്കുകയുള്ളൂ. ഇങ്ങനെ അള്ളാഹുവിന്റെ നാമങ്ങൾ, അതിൽ അടങ്ങിയിരിക്കുന്ന പരിശുദ്ധി, അതിൽ അടങ്ങിയിരിക്കുന്ന ഉത്കൃഷ്ടത നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഓരോ സൃഷ്ടികളിലും നമുക്കത് കണ്ടെത്താൻ സാധിക്കണം. അവന്റെ ആയാത്തുകളിൽ നിന്ന് ബോധ്യപ്പെടാൻ സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ വിശ്വാസികളായി ജീവിതം നയിക്കുവാൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.